എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവും രഞ്ജും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഇടയിൽ മധ്യസ്ഥം വായിക്കാനായിട്ട് ഗോവിന്ദ് വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കിഷോറിനോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് അപർണിക താൻ പ്രഗ്നന്റ് ആന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുന്ന കിഷോറിനെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണിക വളരെയധികം പ്രതീക്ഷയോട് കൂടിയായിരുന്നു കിഷോറിനെ വിളിച്ചത്. പക്ഷെ കിഷോറാണെങ്കിലോ അപർണികയുടെ കോള് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് ഒത്തിരി ലേറ്റ് ആയിട്ടാ കിഷോർ വീട്ടിലേക്ക് വരുന്നത്. കിഷോർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിച്ചില്ലത്. കാരണം താൻ പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു കാര്യം പറയാനായിട്ട് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നാണ്. എന്നിട്ടോ അവനാണെങ്കിലോ നേരത്തെ കാലത്ത് വന്നില്ല. ഓഫീസിൽ എങ്ങോട്ട് പോയി കറങ്ങി തെറ്റിത്തിരിഞ്ഞ പാതിരാത്രിയായപ്പോ കയറി വരുവാണ്. ഇതിന്റെ പേരിൽ അപർണികയും കിഷോറും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. അവസാനം അപർണിക പറഞ്ഞു, എനിക്കറിയാടാ ഇപ്പൊ നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. പണ്ട് നീ ഇങ്ങനെ അല്ലായിരുന്നു. ഏത് പാതിരാത്രി വേണേലും എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട്. ഇപ്പോഴോ എനിക്കിപ്പോ പഴയ പണവും പ്രതാപവും ഒന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നീ പതുക്കെ എന്നെ ചവിട്ടി തേക്കും അല്ലേ അങ്ങ് ചോദിക്കുകയാണ്. ദേ നീ വെറുതെ എഴുതാപ്പഴം വായിക്കരുത്. ഇനിയിപ്പം പണ്ടത്തെ പോലെ നിന്റെ കാലിച്ചോട്ടി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്റേതായ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഞാൻ എന്റേതായ രീതിക്കേ ജീവിക്കുള്ളൂ. അല്ലാതെ നീയും നിന്റെ ഡാഡിയും പറയുന്ന പോലെ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഉടനെ അത് ചെയ്യണമെന്ന് എന്നെ കിട്ടില്ല എന്ന് പറയണം. അപർണയ്ക്ക് മനസ്സിലായി കിഷോർ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപർണ പറഞ്ഞു, നിന്നെ ഞാൻ അങ്ങനെ മാറാൻ സമ്മതിക്കില്ലടാ. ഞാൻ പറയുന്നൊക്കെ നീ അനുസരിക്കുമെന്ന് പറയണം. പിന്നെ നീ പറയുന്നൊക്കെ അനുസരിക്കാൻ ഞാൻ എന്നാ കൊച്ചിരാജാവിന്റെ അല്ല നീ എന്നെ കൊച്ചിരാജാവിന്റെ കൊച്ചുമോളല്ലേന്ന് വെച്ചാ അതൊക്കെ പണ്ട്. ഇപ്പോഴതൊന്നും നടക്കില്ല എന്ന് പറയുവാണ്. പിന്നീട് കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണിക സമനില തെറ്റി പോലെ പെരുമാറുവാണ്. അപർണികയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി. പിന്നീട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ഇത്ര സമയം വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നറിയാവോ? അതുപോലെ നീ എന്നോട് ചോദിച്ചില്ല എന്ത് കാരണത്തിനത്. എന്നിട്ട് അവൻ വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നൊക്കെ പറയാം. അല്ല എന്താ നിന്റെ കാരണം? നീ എന്തിനാ എന്നെ ഫോൺ ചെയ്തോണ്ടിരുന്നതൊക്കെ ചോദിക്കണം. ഓ ഇപ്പൊ നിനക്ക് എന്നോട് ഇത്രയൊക്കെ ചോദിക്കാറായല്ലേ? നിന്നോടൊരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തിരുന്നേ. ഞാൻ പ്രഗ്നന്റാ അതറിയാവോന്ന് ചോദിക്കുകയാണ്. ഞാനൊരു അമ്മയാനായിട്ട് തയ്യാറെടുക്കുവാന്ന് പറയണം. ഒരു നിമിഷം കിഷോർ ഞെട്ടിപ്പോയി. നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ പ്രഗ്നന്റാന്ന്. പ്രഗ്നന്റോ? പെട്ടെന്ന് കിഷോറിന്റെ ഭാവമാറ്റം കണ്ടപ്പത്തിന് അപർണയ്ക്ക് ടെൻഷനായി. ഇതെന്താ ഇവന് സാധാരണഗതിയിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു സന്തോഷമൊക്കെ മുഖത്ത് ഉണ്ടാകണ്ട. പക്ഷെ ആ സന്തോഷമൊന്നും കിഷോറിന്റെ മുഖത്ത് കണ്ടില്ല. അപർണയ്ക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീട് അപർണിക പറഞ്ഞു, അതെ നിന്റെ മുഖത്തെന്താ കിച്ചു ഒരു സന്തോഷമില്ലാത്ത? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയണം. അതിനിപ്പോ സന്തോഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു? പ്രഗ്നന്റ് ആണെന്ന് ഇപ്പൊ തുള്ളിച്ചാടേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത്. ഇത് ജീവിതമാ. സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ ജീവിതത്തിനകത്തും വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം വല്ലതാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് അപർണയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. കിഷോറിന്റെ ഉള്ളിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എങ്ങനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാന്നുള്ള ചിന്ത ഉണ്ടായിരുന്നേ. ഒരു കാരണവശാലും ഈ കുഞ്ഞു പിറക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവളെ ഇനി പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ആ കുഞ്ഞ് തനിക്കൊരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് കുഞ്ഞില്ലാതെ വേണം ഇവളെ ഉപേക്ഷിക്കാനായിട്ട്. ആ ഒരു ചിന്തയായിരുന്നു കിഷോറിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അപർണയ്യയുടെ ഉള്ളിലോ താൻ ആദ്യമായിട്ട് അമ്മയാൻ പോവാണ്. അപ്പൊ ആ ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ നിറയെ. പക്ഷെ ആ സന്തോഷം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങുവാണ് കിഷോറിന്റെ ഈ പ്രവൃത്തി മൂലം. പിന്നീട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറക്കൽ വീട്ടിലാണെങ്കിൽ രഞ്ജുവും ഗീതവും കൂടെ എപ്പം നോക്കി കണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പും ഒരു അവസ്ഥയായിപ്പോയി. കാരണം രഞ്ജുവിന്റെ ഓരോ പ്രവൃത്തികളും ഗീതുവിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ യോഗ ചെയ്യാനായിട്ട് രഞ്ജു പോവാണ്. ഈ സമയത്ത് ആ കൂടെ തന്നെ ഗോവിന്ദനും പോയി. രണ്ടുപേരും യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് ചെല്ലുന്നത്. ഗീതുവിന് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് രഞ്ജു കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഗീതുവിന് ഇഷ്ടപ്പെടുവോ? ഗീതു പിന്നീട് എന്ത് ചെയ്യുവാണ്, രഞ്ജുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോ ഗോവിന്ദന് പിന്നെ സഹിക്കുവോ? പെങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോവിന്ദ് കയറി ഇടപെടും. പിന്നെ അതിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നമായി. അവസാനം എന്ത് ചെയ്യുവാണ്, ഗീതുവിന് മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇവിടെ നയത്തിൽ നിന്നിട്ടാ കാര്യമുള്ളെന്ന്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു മുറിയിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന്റെ അടുത്ത് ഗോവിന്ദ് ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോ ഗീതുവിന് സഹിച്ചില്ല. താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് രഞ്ജു കയറി ഇരിക്കുന്നത് ഗീതുവിന് വല്ലാത്തൊരു അസ്വസ്ഥയായിപ്പോയി. പെട്ടെന്ന് ഗീതു എന്ത് ചെയ്യണം, അത് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവൾ കളിച്ച് ബെഡ്റൂമിൽ വരെ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ താനായിരിക്കും ആദ്യം പുറത്താകുന്നേ. ഗോവിന്ദാണ്ട് അടുത്തിരിക്കുന്ന കണ്ടോ, ഇവിടെ സല്ലപിക്കുന്ന കണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഗീതു വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ്. അതിന് ഡ്രസ് ചേഞ്ച് ചെയ്തു. പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാ ഞാൻ എങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഓ അതാണോ, ഇപ്പൊ അങ്ങോട്ട് മാറി തരാന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ട് ഏറ്റ് പോയി. ആ ഒപ്പം തന്നെ ഗോവിന്ദം അങ്ങോട്ട് വേണം. ഓഹോ അവള് പോയ പുറകെ തന്നെ കണ്ണേറ്റം അങ്ങോട്ട് പോയേക്കുന്നത്, ഞാൻ ഇന്ന് കാണിച്ചു തരാന്നൊക്കെ പറയണം. പിന്നീട്
മുറി പോയി രഞ്ജി ഇരുന്ന് ഇപ്പൊ ഇതിന് ഗോന്തി വെച്ചു. നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് ചോദിക്കാം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാണ്. ഇവിടെ ഇഷ്ടപ്പെടാത്തോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ഗോവിന്ദേട്ടാ, എനിക്ക് സുഖമാണെന്ന് പറയാണ്. എനിക്കിനി എത്രയും പെട്ടെന്ന് ധ്യാനെ കണ്ടെത്തണം, ധ്യാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. എത്രയോ കാലത്തെ ആഗ്രഹം എൻ്റെ അമ്മ കാരണമാണ് ആ ജീവിതം തകർന്നു പോയത്. ഇനി ഗോവിന്ദേട്ടനായിട്ട് അത് നടത്തി തരണമെന്ന് പറയാം. ഗോവിന്ദൻ പറഞ്ഞു, അതോർത്ത് നീ പേടിക്കണ്ട കേട്ടോ. പിന്നീട് പറഞ്ഞു, നിന്നെ മുമ്പ് ഞാൻ വെറുത്തിരുന്നു, നീ വിജയലക്ഷ്മിയുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. പക്ഷെ പിന്നെ എപ്പോഴും അറിയാൻ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. എൻ്റെ കുഞ്ഞു പെങ്ങളായിട്ട് നിന്നെ ഞാൻ അംഗീകരിച്ചു പോയി. എനിക്കിപ്പം എൻ്റെ പ്രിയമോളെ പോലെ തന്നെയാണ് നീ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി. രഞ്ജു അവിടെ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുവാണ്. പിന്നീട് ഗോവിന്ദ് പെങ്ങളെ താലോലിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് ഗീതു അങ്ങോട്ട് വരുവാണ്. ഗീതുവിന് സഹിച്ചില്ല. ഇത്രയും കാലമായി തൻ്റെ അടുത്തിരുന്ന് സ്നേഹത്തോടൊരു വർത്താനം പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ അവളുടെ അടുത്തിരുന്ന് കൊഞ്ചി കുഴയുന്ന കണ്ടില്ലേ? ഇന്നത്തോടെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗീതു തുള്ളിച്ചാടി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, കണ്ണേണ്ണ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാം. നിനക്ക് എന്തെങ്കിലും സംസാരിക്കണ്ട, ഇപ്പൊ സംസാരിച്ചോ? അതെനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന്. ഓ, രഞ്ജു ഉള്ളതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം. അതെ, എനിക്ക് സീക്രട്ടായിട്ട് പറയേണ്ട കാര്യങ്ങളാ, അതിങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് പറയാൻ പറ്റില്ലെന്ന് പറയണം. എന്താ ഗീതു നിനക്ക് പ്രശ്നം? രഞ്ജു ഇവിടെ ഉള്ളതാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ രണ്ട് ശത്രുക്കളല്ല, നിങ്ങൾ രണ്ടും ഒന്നായിട്ട് പോകേണ്ട ആൾക്കാരാന്ന് പറയാം. ഇനിയെങ്കിലും ആ ശത്രുതയൊക്കെ മാറ്റി നിങ്ങൾ രണ്ടും സന്തോഷത്തോടു കൂടി പോകാൻ പറയണേ. പിന്നെ ഇവളോട് എനിക്കാണ് ഇവളോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേഷ്യമൊന്നും ഇല്ലാന്ന്. ആ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം. ഗീതുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഗീതു അങ്ങോട്ട് മുറിയിലേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഗോവിന്ദിന് മനസ്സിലായി ഗീതു പിണങ്ങി പോയതാണെന്നുള്ള കാര്യം. പിന്നീട് ഗോവിന്ദ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു. ഗീതുവിന് സഹിച്ചില്ലായിരുന്നു രഞ്ജു അടുത്ത് നിന്നൊക്കെ. പിന്നെ അതിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് അറിയാനുള്ളത് ശിവരഞ്ജിനിയെ കുറിച്ചുള്ള സത്യമാണ്. ഒരു കാര്യം ഉറപ്പാ, അതൊരു പക്ഷേ വിജയലക്ഷ്മിയുടെ മോളായിരിക്കില്ല, അത് ഗോവിന്ദിന്റെ അച്ഛനായ മാധവൻ നായരുടെ മോളായിരിക്കും. പക്ഷെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ശിവരഞ്ജിനിനെ വിജയലക്ഷ്മി ഏറ്റെടുത്ത് വളർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.